അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമ ജിഫിരി തങ്ങളുപ്പാപ്പ പറഞ്ഞത് എല്ലാവരും കേൾക്കേണ്ടതാണ്. നമ്മൾ എന്തെങ്കിലും കാണുമ്പോഴേക്ക് അതിനെ ന്യായീകരിക്കാനും അതിൻ്റെ കൂടെ നിൽക്കാനും അല്ലെങ്കിൽ അതിന് കുറേ ന്യായീകരണം പറയാനൊക്കെ നിൽക്കുമ്പോൾ സൂക്ഷിക്കണം. തങ്ങളുപ്പാപ്പ പറഞ്ഞ വാക്ക് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. കള്ളത്തരീക്കത്തുകാർ എങ്ങനെയാണ് അവർ ജനങ്ങളിൽ സ്വാധീനം ഉണ്ടാക്കുന്നതെന്നും അതിൽ കൂടിയ ആളുകൾ എങ്ങനെയാണ് അതിൽ പെട്ടുപോകുന്നതെന്നും മനസ്സിലാക്കാൻ പെട്ടുപോയവരെന്തായാലും പിന്നെ കഴിച്ചിലാവാൻ പണിയാണ്. ഇനി അതുമ്മ എന്താ പറഞ്ഞേ തെറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് പല ആളുകളും ചിലത് ചോദിക്കാറുണ്ട്. അവരൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. നമുക്ക് നമ്മുടെ ഈമാനാണ് ഏറ്റവും വലുത്. ആ ഈമാൻ നഷ്ടപ്പെട്ടിട്ട് എന്ത് ചെയ്തിട്ടും കാര്യം ഉണ്ടാവില്ല. മരിക്കുമ്പോൾ ഈമാൻ കിട്ടണം. അത് മാത്രമാണ് നമ്മുടെ ലക്ഷ്യം. ലൈഫ് ഈസ് മോർട്ടൽ ബട്ട് ആഫ്റ്റർ ഡെത്ത് ഈസ് ഇമ്മോർട്ടൽ. ഇവിടെ കുറച്ച് കാലമേ ഉള്ളൂ. മരിച്ചുപോയാൽ എന്നേക്കും ജീവിക്കേണ്ട ലോകം നന്നാവണം. ഇത് താൽക്കാലിക ലോകമാണെന്നുള്ള തിരിച്ചറിവുള്ള ആളുകൾക്ക്, പരിശുദ്ധ ഇസ്ലാമിൽ അടിയുറച്ച് നിൽക്കണമെന്നുദ്ദേശിക്കുന്നവർക്ക്, ഇവിടെ തവാഫ് ചെയ്യുമ്പോഴൊക്കെ എഴുതി കാണിക്കുന്ന, ഇലക്ട്രോണിക്കൽ എഴുതി കാണിക്കുന്നൊരു പ്രത്യേക വാക്കാണ് അല്ലാഹുമ്മ യാ മുഖല്ലിബുൽ ഖുലൂബ് സബ്ബിത്ത് ഖൽബി അലാ തഅതിക്. പടച്ചവനെ, കൽബുകൾ മാറ്റിമറിക്കുന്ന റബ്ബെ, എൻ്റെ കൽബ് നീ ഈമാനിൽ അടിയുറച്ച് നിർത്തണം. നിൻ്റെ വഴിപ്പാടിൽ, നിനക്ക് വഴിപ്പെടുന്നതിൽ അടിയുറച്ച് നിർത്തുന്ന കൽബ് വേണം. എന്തെങ്കിലും കേൾക്കുമ്പോഴേക്ക് അതിൽ പതറാൻ പാടില്ല. ഇളകുന്ന ഈമാനാകരുത്. ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമ ജിഫ്രി തങ്ങളുപ്പാപ്പ പറഞ്ഞതെല്ലാവരും ഒന്ന് കേൾക്കുക. ഞാനിതോടെ ഇടുന്നുണ്ട്. എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുക. അവസാനം ഈമാൻ കിട്ടി മരിക്കുന്ന മുത്തഖീങ്ങളിൽ പെടണം. അഹ്ലുബൈത്തിനെയും സാദാത്യങ്ങളെയൊക്കെ ബഹുമാനിച്ചും ആദരിച്ചും നമ്മുടെ പണ്ഡിതന്മാരെയൊക്കെ ബഹുമാനിച്ച് അവരൊക്കെ പറയുന്നത് കേട്ട് നമ്മുടെ ഈമാൻ സംരക്ഷിക്കാൻ ശ്രമിക്കുക. അവരാരും നമ്മളെ വഴികേടിലേക്കല്ല നയിക്കുന്നത് എന്നുള്ള ഉറച്ച വിശ്വാസം ഉണ്ടാകണം. നമ്മുടെ പണ്ഡിതന്മാർ, ഇരു സമസ്തയിലെയും പണ്ഡിതന്മാർ നമ്മളെ വഴികേടിലേക്കല്ല നയിക്കുന്നത്, നല്ലതാണ് പറയുന്നത്. അത് നമുക്ക് ഹിദായത്തിൻ്റെ വെളിച്ചം നൽകുന്നവരാണ് അവരൊക്കെ. അതുകൊണ്ട് അത് മനസ്സിലാക്കി അതിനനുസരിച്ച് മുന്നോട്ട് പോകാൻ എല്ലാവരും ശ്രമിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇൻഷാ അല്ലാഹ് തങ്ങൾ പറഞ്ഞും കൂടി കേൾക്കുക. അസ്സലാമു അലൈക്കും. കള്ള തെരിയക്കത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ പല കള്ളന്മാരും ശേഖന്മാരായി ചമഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓരോ കള്ളന്മാരൊപ്പം ഓരോ ശൈത്താനുണ്ടാവും. അപ്പൊ ആ ശൈത്താൻ എന്താവുന്നറിയോ, അവരിലേക്ക് ആകർഷിക്കാൻ പറ്റിയതായ പലതും ശൈത്താൻ നടത്തിക്കൊണ്ടിരിക്കും. ഇപ്പൊ അങ്ങനെയുള്ളൂ. ഒരുത്തന്റെ അടുത്ത് നമ്മൾ ചെന്നാല് അവനെ പരിശോധിക്കാനാണ് നമ്മൾ പോണു നിൽക്കുക. എന്നാലും നമ്മളെ ശൈത്താൻ അവന്റെ ഒപ്പമുള്ള ശൈത്താനിക്ക് വിവരം കൊടുക്കും. ഇതാ ഒരിടത്തം വരുന്നുണ്ട്. ഈ ശൈത്താനിക്ക് വലിയൊരു ടെലികമ്മ്യൂണിക്കേഷൻ ഉണ്ട്. അവർക്ക് വലിയ വാർത്താ വിതരണ വകുപ്പും ഒക്കെ ഉണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണം. ഇത് അന്യ ഒരാൾ വരുന്നുണ്ട്, ചെല്ലുമ്പോൾ തന്നെ അവൻ നെട്ടിച്ചാളെന്ന് പറയും. അപ്പൊ നമ്മൾ ചെല്ലിന്റെ മഴ നമ്മളോട് ചോദിക്കും, ഇന്നെ പരിശോധിക്കാൻ വന്നതല്ലേന്ന്. പിന്നെ നമ്മൾ ഇയാളേക്ക് തെരിയക്കത്ത് വാങ്ങിക്കൊണ്ടോ അല്ലെങ്കിൽ അയാളൊപ്പം കൂടുതൽ അയാളെ നമ്മൾ വിടൂല. കാരണം നമ്മളെ മനസ്സിലുള്ളതല്ലേ ഓൻ പറയണത്. അപ്പൊ അതാണ് നമ്മൾ മനസ്സിലാക്കണം. അതാണ് ഏത് പേച്ച വഴികളാണെങ്കിലും ആ വഴിയിലൊക്കെ ശൈത്താൻ്റെതായ ശക്തമായ പ്രവർത്തനങ്ങളുണ്ടാവും, ശൈത്താനുണ്ടാവും. അപ്പൊ തെരിയക്കത്ത് അത് ശരിയാവുന്ന ഏത് തെരിയക്കത്തുകളുണ്ടോ ആ തെരിയക്കത്തുകളൊക്കെ നമ്മൾ അംഗീകരിക്കേണ്ടവരാണ്. അതോടുകൂടി പല കള്ളന്മാരും തെരിയക്കത്ത് എന്നുള്ള പേരിൽ വിലസുന്നുണ്ട് ഇവിടെ. അപ്പൊ അതിനെതിരിൽ നമ്മൾ അത് മനസ്സിലാക്കണം. നമ്മൾ ആളുകൾക്ക് അത് മനസ്സിലാക്കി കൊടുക്കണം. കാണുന്ന എല്ലാവരും ഒപ്പം തന്നെ പലരൊപ്പം ശൈത്താനുണ്ടാവും. അങ്ങനെ എല്ലാവരും ഒപ്പം കൂടാൻ പാടില്ല. അതുകൊണ്ടുള്ള റസൂൽ പറഞ്ഞത് നിങ്ങൾ അങ്ങനെ അതേറ്റ് കൂടണ്ട. അങ്ങനത്തെ എല്ലാ കള്ളന്മാരെ കൂടെ കൂടുതൽ നമ്മൾ വേണ്ടില്ലേ. സയ്യിദുൽ ഉലമ പറഞ്ഞത് ഇതാണ്. സത്യത്തിൽ ഈ ആത്മീയ ചൂഷണം നടത്തുന്ന ആളുകളിലേക്ക് ജനങ്ങൾ ആകർഷിക്കുന്നതിൻ്റെ പ്രധാന കാരണം ഇതാണ്. പൈശാചികമാണ്. പിശാചിനെ സേവിച്ചു കഴിഞ്ഞാൽ ആ പിശാചിൻ്റെ ചില ദുർമന്ത്രങ്ങളൊക്കെ നടക്കുമ്പോൾ അതൊക്കെ കറാമത്തായിട്ടും അതൊക്കെ അത്ഭുതങ്ങളായിട്ടും തോന്നുകയാണ് ഈമാൻ കുറഞ്ഞ ആളുകൾ. അതുകൊണ്ട് വളരെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ ആദ്യം എന്നോടും ശേഷം നിങ്ങളോടും ഉപദേശിക്കുകയാണ്, പറയാണ്, അഭ്യർത്ഥിക്കുകയാണ്. അസ്സലാമു അലൈക്കും.